12ാം ക്ലാസ്സിന് ശേഷം നമ്മൾ എഴുതേണ്ട പല എൻട്രൻസ് പരീക്ഷകളുണ്ട് ഇല്ലേ? ഇതിലെല്ലാത്തിലും 11ലെയും 12ലെയും സിലബസ് ആണോ ചോദിക്കുന്നത്? നമ്മൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും പ്രാക്ടീസും ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? ഇത് പലരുടെയും ഒരു കൺഫ്യൂഷനാണ്. അഥവാ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് 11ലെയും 12ലെയും ക്ലാസ് പാഠങ്ങൾ വളരെ കൃത്യമായി പഠിക്കുകയാണ് എങ്കിൽ 12ന് ശേഷമുള്ള എല്ലാ എൻട്രൻസ് പരീക്ഷകളും നമുക്ക് എഴുതി വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ തെറ്റിദ്ധാരണ നിങ്ങളൊന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഈ JEE നീറ്റ് പോലുള്ള പരീക്ഷകളില്ലേ, ഇൻക്ലൂഡിങ് നമ്മുടെ കേരളത്തിലെ കീം, ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ JEEയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, നീറ്റിന് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതെല്ലാം നമ്മൾ 11ലും 12ലും പഠിക്കുന്ന പോർഷൻസ് തന്നെയാണ്. കുറച്ചും കൂടി അതിൻ്റെ ഒരു ലെവൽ ഹയറിലേക്ക് പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ഒരു ഇൻ ഡെപ്ത് കോൺസെപ്റ്റ്സിലേക്ക് ഇറങ്ങുന്നു, അത്ര തന്നെ. പക്ഷേ ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എൻട്രൻസ് പരീക്ഷകളും നമുക്ക് എഴുതാൻ പറ്റില്ല. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് രണ്ടുമല്ലാതെ എന്തോരം എൻട്രൻസ് പരീക്ഷയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലോയുടെ എൻട്രൻസ് പരീക്ഷ ക്ലാറ്റ്, ഇനി നമ്മുടെ CUETയുടെ പരീക്ഷ. CUET എന്താണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് എക്സാമിനേഷൻ. ഇതിലെല്ലാം നമ്മൾ ഇനി NDA എന്ത് വേണം ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും അവർ ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ GK, കറണ്ട് അഫയേഴ്സ്, ഇതിൽ ഏതാണ് എന്നുള്ളത് പരീക്ഷയുടെ ഇതിനനുസരിച്ച് ഡിഫർ ചെയ്യും. ബട്ട് നമ്മൾ ജനറിക്കലി സംസാരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിലെല്ലാം ഭാഗമായി വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഇതിലെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നാണ് വിചാരിക്കുന്നത്. ലോജിക്കൽ റീസണിങ്. ഈ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങളുടെ ഒരു റീസണിങ് സ്കിൽസാണ് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ CUET നോക്കുകയാണെങ്കിൽ പേപ്പർ 3 ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം, അതിനകത്ത് വരുന്ന കോർ സാധനം ഇതാണ്, ഈ ലോജിക്കൽ റീസണിങ് സംഭവം. ഇതിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ചില കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി ഒരു ഡീപ്പർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്തരം എൻട്രൻസ് പരീക്ഷകളിൽ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1992 സെപ്റ്റംബർ 12 ഒരു വെള്ളിയാഴ്ച ആയിരുന്നു. എക്സാമ്പിൾ പറയുവാന്നേ, വെള്ളിയാഴ്ച ആണെന്നൊന്നും എനിക്കറിയത്തില്ല, വെള്ളിയാഴ്ച ആയിരുന്നു. അങ്ങനെയാണ് എങ്കിൽ 2032 സെപ്റ്റംബർ 10 എന്താഴ്ചയായിരിക്കും? ഇതൊരു കാലണ്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ കാൽക്കുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ കുത്തിയിരുന്നിട്ട് 92ലെ കലണ്ടർ തൊട്ട് വരച്ചുണ്ടാക്കി ഇങ്ങനെ വന്ന് 2032 കലണ്ടർ എത്തുമ്പോൾ സമയം കഴിയും. അതങ്ങനെ അല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാനൊരു വഴിയുണ്ട്. ആ ടിപ്പ് ആൻഡ് ട്രിക്ക് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം കൈ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഈ പറഞ്ഞത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രോബബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതെല്ലാം ഒരു റീസണിങ് ബേസ്ഡിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്തരം ചോദ്യങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ക്വിക്കായിട്ട് നടക്കുന്ന ഒരു സംഭവമാണോ? ഇത് നമ്മുടെ ഒരു തിങ്കിങ് കപ്പാസിറ്റി ആ രീതിയിലേക്ക് ആക്കി എടുത്താൽ മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോജിക്കൽ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓരോ ഏജിനെ ബേസ് ചെയ്തിട്ടും, അതായത് നിങ്ങളുടെ പ്രായത്തിനെ ബേസ് ചെയ്ത്. ഇപ്പോൾ 5 വയസ്സുള്ള കുട്ടിക്കുള്ള ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ, 6 വയസ്സുള്ള കുട്ടിയുടെ ആ ഒരു ടൈപ്പിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ നിങ്ങൾ ഓൺലൈനിൽ തപ്പിയാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് അമ്മമാരാണ് എങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ ക്ലാസ് പാഠങ്ങൾക്കൊപ്പം തന്നെ അവരുടെ ലോജിക്കൽ റീസണിങ് എബിലിറ്റി കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി അവർക്ക് ഇട്ട് കൊടുക്കണം. ചിലർക്ക് അമ്മമാരായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്, ചിലർക്ക് അച്ഛന്മാരായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആരായാലും വേണ്ടില്ല, കേൾക്കണത് ആരോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് കുഞ്ഞു മക്കളുണ്ട് എങ്കിൽ നിങ്ങൾ ഈ കാര്യം കൂടി എന്ത് ചെയ്യണം, അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിനേക്കുള്ളൊരു ഓറിയൻറ്റേഷൻ കിട്ടുമ്പോൾ ആ രീതിയിൽ ചിന്തിക്കാനുള്ള ശേഷി പിള്ളേർക്ക് വളർന്നു വരും. അതുണ്ട് എങ്കിൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുക. അല്ലാതെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ പേടിച്ചു പോകും. ഇനി ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ചില കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില PSC പരീക്ഷകൾ, UPSC പരീക്ഷകൾ, ബാങ്കിൻ്റെ എക്സാം വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആൻഡ് ലോജിക്കൽ റീസണിങ് പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ. സോ പ്ലീസ്
നിങ്ങൾ കുട്ടിക്കാലം മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വരാൻ ശ്രമിക്കുക. ഗുഡ് ലക്ക്.